വാട്സ്ആപ്പ് ഗൈസ്, നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നമ്മുടെ ഈ ബാക്ക്ഗ്രൗണ്ടിലുള്ള സ്ഥലം നിങ്ങൾക്ക് ഓർമ്മയുണ്ടോ? നമ്മൾ ഏകദേശം ഒരു വർഷമായിട്ട് മിസ് ചെയ്തുകൊണ്ടിരിക്കുന്ന സ്ഥലമാണ് നമ്മുടെ ഈ ബാക്ക്ഗ്രൗണ്ട് എന്ന് പറയുന്നത്. ഞാൻ ഫ്ലിപ്പ് റിലേറ്റഡ് ആയിട്ടുള്ളൊരു വീഡിയോ കഴിഞ്ഞ ഒന്നൊന്നര വർഷമായിട്ട് നമ്മൾ ഇട്ടിട്ടുണ്ടായിരുന്നില്ല. കാരണം എന്താണെന്ന് വെച്ചാൽ അന്ന് ഞാനത് ഷൂട്ട് ചെയ്യുമ്പോൾ എൻ്റെ വെയിറ്റ് എന്ന് പറയുന്നത് 75 കിലോഗ്രാമാണ്. പക്ഷേ ഇന്നത് വെയിറ്റ് കൂടി 85 കിലോഗ്രാമിലേക്ക് എത്തിയിരിക്കുകയാണ്. അപ്പോൾ അതുകൊണ്ടായിരുന്നു ഞാൻ ഫ്ലിപ്പ് റിലേറ്റഡ് ആയിട്ടുള്ള വീഡിയോസിൽ നിന്നും ഫിറ്റ്നസ് പരമായിട്ടുള്ള വീഡിയോസിൽ നിന്നും ഒക്കെ മാറി ഇങ്ങനെ കുറച്ച് അല്ലറ ചില്ലറ വീഡിയോസൊക്കെ പോസ്റ്റ് ചെയ്യാനായിട്ടുണ്ടായിരുന്ന കാരണം അതുകൊണ്ട് തന്നെയായിരുന്നു, അല്ലാതെ നിർത്തിയതൊന്നുമല്ല. പിന്നെ തടിച്ചാൽ അറിയാലോ, എൻ്റെ ശരീരം എനിക്ക് പൊക്കാൻ പറ്റുന്നില്ല. ആക്ച്വലി ഇപ്പോൾ പറയുമ്പോൾ പോലും ഞാൻ വളരെയധികം സ്റ്റാമിന എനിക്ക് ഔട്ടാവുന്നുണ്ട്. അപ്പം ഇനി അങ്ങോട്ട് നമ്മൾ പഴയ റൂട്ടിലേക്ക് പോകാൻ ശ്രമിച്ചുകൊണ്ടിരിക്കുകയാണ്. അതിൻ്റെ മുന്നോടിയായിട്ടുള്ള ഫസ്റ്റ് വീഡിയോ ആണ് ഇത്. സോ ലെറ്റ്സ് ഗെറ്റ് സ്റ്റാർട്ടഡ് ഗൈസ്. അപ്പോൾ ഇന്ന് നമ്മൾ പഠിക്കാൻ പോകുന്നത് എങ്ങനെയാണ് ഒരു പാർക്കർ റോൾ അല്ലെങ്കിൽ സേഫ്റ്റി റോൾ ചെയ്യുക എന്നുള്ളതാണ്. ഈ റോളിനെ രണ്ട് തരത്തിൽ വിശേഷിപ്പിക്കാറുണ്ട്. പാർക്കർ റോൾ എന്നും സേഫ്റ്റി റോൾ എന്നും. ഉണ്ടാതിരിയുടെ കള്ളം. പാർക്കർ റോൾ എന്നും സേഫ്റ്റി റോൾ എന്നും രണ്ട് തരത്തിൽ വിശേഷിപ്പിക്കാറുണ്ട്. അപ്പോൾ കണക്ഷൻ ഫുള്ള് കട്ടായല്ലോ. അല്ലെങ്കിലും നമ്മൾ വീഡിയോ എടുക്കുമ്പോൾ അങ്ങനെയാണ്, ബാക്കിയെല്ലാം സൈലൻ്റ് ആവും. ക്യാമറയിൽ റെക്കോർഡ് അമർത്തുമ്പോൾ കാക്ക മുതൽ പട്ടി പൂച്ച എന്നിവയെല്ലാം ആ സമയത്തായിരിക്കും സൗണ്ട് ഉണ്ടാക്കുക. ഓക്കെ, അപ്പോൾ നമ്മളിന്ന് പഠിക്കാൻ പോകുന്നത് പാർക്കർ റോളാണ്. ഇതിനെ രണ്ട് തരത്തിൽ വിശേഷിപ്പിക്കാറുണ്ട്, സേഫ്റ്റി റോളെന്നും പാർക്കർ റോളെന്നും. അതായത് നമ്മൾ ഏതെങ്കിലും തരത്തിലുള്ള ഉയരത്തിൽ നിന്ന് താഴേക്ക് ചാടുന്ന സമയത്ത് നമ്മളെ ബോഡിക്ക് ഇഞ്ചുറീസ് ഒന്നും വരുത്താതിരിക്കാൻ വേണ്ടി ചെയ്യുന്ന ചെറിയൊരു റോളിംഗ് മൂവ്മെൻ്റ് ആണ് പാർക്കർ റോൾ അഥവാ സേഫ്റ്റി റോൾ. സോ നമ്മൾ ഇന്ന് പഠിക്കാൻ പോകുന്നത് അതാണ്. നമ്മൾ പാർക്കർ റോൾ പഠിക്കാൻ വേണ്ടി നമുക്ക് ആദ്യമായിട്ട് ഇതിനാവശ്യം ഫ്രണ്ട് റോളാണ്. നമ്മുടെ ബേസിക് റോളായിട്ടുള്ള ഫ്രണ്ട് റോളാണ് നമുക്കിതിന് ആവശ്യം. നമ്മൾ ഫ്രണ്ട് റോളിനെ പറ്റിയിട്ടൊക്കെ ഒരു ഡീറ്റെയിൽ വീഡിയോ ഇൻക്ലൂഡിങ് അതിനകത്ത് പാർക്കർ റോൾ നമ്മൾ ചെയ്തിട്ടുണ്ട്. പക്ഷേ അതൊരു ഡീറ്റെയിലിംഗ് വീഡിയോ അല്ലായിരുന്നു. നമുക്ക് ബേസിക് ആയിട്ടുള്ള 5 റോൾസിൽ നമുക്ക് പെടുന്ന ഒരു വീഡിയോ ആയിരുന്നു. ആ വീഡിയോനകത്ത് നമ്മുടെ ഫസ്റ്റ് റോൾ എന്ന് പറയുന്നത് ഫ്രണ്ട് റോളായിരുന്നു. അപ്പോൾ ഫ്രണ്ട് റോൾ ഞാൻ ജസ്റ്റ് ഒന്ന് കാണിച്ചു തരാം. ഇപ്പോഴും അറിയാത്തവരുണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഇത് ഉപകരിക്കും. സോ നമുക്ക് ജസ്റ്റ് ഒന്ന് ഫ്രണ്ട് റോൾ കണ്ടുവരാം. സേഫ്റ്റി മുഖ്യം ബിഗിലെ നമ്മളിവിടെ ഉപയോഗിച്ചിരിക്കുന്നത് നമ്മൾ പണ്ടത്തെ വീഡിയോയിൽ കണ്ടിട്ടുള്ള സ്പോഞ്ച് ആണ് കേട്ടോ. നമ്മുടെ സോഫ കടയിലൊക്കെ പോയി അന്വേഷിച്ച് കഴിഞ്ഞാൽ അവർ നമുക്ക് ഫ്രീ ആയിട്ട് തരുന്ന സംഭവമാണ് കേട്ടോ. വേസ്റ്റ് സാധനങ്ങളുണ്ടാവും. അപ്പോൾ സേഫ്റ്റി യൂസ് ചെയ്യുക. അപ്പോൾ ഇതാണ് ഫ്രണ്ട് റോൾ. ഇനി നമുക്ക് പാർക്കർ റോൾ അഥവാ സേഫ്റ്റി റോളിൻ്റെ ചെറിയൊരു വിശദീകരണം നോക്കാം. മെത്തേഡ് വിശദീകരിച്ച് തരാം. അതായത് ഫ്രണ്ട് റോൾ എന്ന് പറയുന്നത് ഫോർവേഡ് റോളാണ്. അതായത് നമ്മുടെ റോൾ ചെയ്യുന്ന സമയത്ത് ബോഡി സ്ട്രെയിറ്റ് ഫോർവേഡ് ആയിട്ടാണ് നമ്മൾ റോൾ ചെയ്യുന്നത്. പക്ഷേ പാർക്കർ റോളിലേക്ക് വരുന്ന സമയത്ത് ക്രോസ് ഫോർവേഡ് റോളിലേക്കാണ് ഇത് പോകുന്നത്. അതായത് നമ്മൾ ഒരു ഷോൾഡറിൽ നിന്ന് ടേക്ക് ഓഫ് ചെയ്ത് കഴിഞ്ഞാൽ എൻഡ് ചെയ്യുന്നത് ഓപ്പോസിറ്റുള്ള ഹിപ്പ് പോർഷനിലേക്കായിരിക്കും എൻഡ് ചെയ്ത് നിൽക്കുക. ഇനി നമുക്ക് ഇതിൻ്റെ പ്രാക്ടിക്കൽ സെക്ഷനിലേക്ക് പോകാം. അതായത് ഇതെങ്ങനെയാണ് നമ്മളിത് ചെയ്യേണ്ടത് എന്നുള്ളത് കാണിച്ചു തരാം ഗൈസ്. അപ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞല്ലോ, നമ്മൾ ഫ്രണ്ട് റോളിനെ പോലെ തന്നെയാണ് ഏകദേശം പാർക്കർ റോളും. ഫ്രണ്ട് റോൾ അറിഞ്ഞു കഴിഞ്ഞാൽ പാർക്കർ റോൾ ഈസി ആയിട്ട് നമുക്ക് ചെയ്യാൻ പറ്റും. അപ്പോൾ ഫ്രണ്ട് റോളിൽ നിന്ന് ചെറിയൊരു വ്യത്യാസം ചെറിയൊരു വ്യത്യാസം വരുത്തി കഴിഞ്ഞാൽ നമുക്കിത് പാർക്കർ റോളിലേക്ക് ഈസി ആയിട്ട് കൺവേർട്ട് ചെയ്യാൻ പറ്റും. അപ്പോൾ എങ്ങനെയാണ് നമുക്കിതിൻ്റെ ടേക്ക് ഓഫ് എന്ന് നോക്കാം. നമ്മൾ ഫ്രണ്ട് റോൾ ചെയ്യുമ്പോൾ നമ്മൾ ടേക്ക് ഓഫ് ചെയ്യുന്നത് ഇങ്ങനെയാണ്, അതായത് സ്ട്രെയിറ്റ് ഫോർവേഡ് ആയിട്ടാണ്. പക്ഷേ നമ്മൾ പാർക്കർ റോൾ ചെയ്യുമ്പോൾ എളുപ്പത്തിന് വേണ്ടിയിട്ട് നമ്മൾ പഠിക്കുന്ന സമയത്ത് നമ്മളിങ്ങനെ മുട്ടുകാൽ കുത്താം. അതായത് ഞാൻ ഈ ഷോൾഡറാണ് ഇവിടെ ടേക്ക് ഓഫ് ചെയ്യാനായിട്ട് പോകുന്നത്. അപ്പോൾ നിങ്ങൾ ഏത് സൈഡാണോ ടേക്ക് ഓഫ് ചെയ്യുന്ന സൈഡ്, ആ സൈഡ് തന്നെ മുട്ടുകാൽ നമ്മൾ ഫ്ലോറിൽ ഇങ്ങനെ വെക്കുക. എന്നിട്ട് നമ്മുടെ രണ്ട് കൈയും ഇതേപോലെ വെച്ചിട്ട് നമ്മൾ ഇങ്ങനെയാണ് ടേക്ക് ഓഫ് ചെയ്യേണ്ടത്. അതായത് സൈഡ് വേവ്. ഫ്രണ്ട് റോൾ വരുന്ന സമയത്ത് അത് ഇങ്ങനെയാവും, പാർക്കർ റോൾ വരുന്ന സമയത്ത് അത് ഇങ്ങനെയാവും. ജസ്റ്റ് നമുക്കൊന്ന് കാണിച്ചു തരാം. അപ്പോൾ ഗൈസ്, നമ്മൾ പഠിക്കുന്ന സമയത്ത് നമുക്ക് മുട്ടുകാൽ ഇങ്ങനെ വെച്ച് ചെയ്യാം. ഇനി ഇത് നിങ്ങൾ പ്രോപ്പറായിട്ട് സ്മൂത്തായിട്ട് പഠിച്ചു എന്ന് വിചാരിക്കട്ടെ. അപ്പോൾ പഠിച്ചു കഴിഞ്ഞാൽ നമുക്ക് ഫ്രണ്ട് റോളിൻ്റെ ടേക്ക് ഓഫിൽ നിന്ന് തന്നെ നമുക്ക് ഈ പാർക്കർ റോൾ ചെയ്യാം. അങ്ങനെ ചെയ്ത് പഠിച്ചതിന് ശേഷം നമ്മൾ ജസ്റ്റ് ഒരു ഏതെങ്കിലും തരത്തിലുള്ള ചെറിയൊരു ഹൈറ്റിൽ നിന്ന്
ജമ്പ് ചെയ്തിട്ട് നമ്മൾ സേഫായിട്ട് റോൾ ചെയ്യാനായിട്ട് ശ്രമിക്കാം. സോ ഞാൻ ആദ്യം ഫ്രണ്ട് റോളിൻ്റെ പൊസിഷനിൽ നിന്ന് ജസ്റ്റ് ഒരു പാർക്കർ റോൾ ചെയ്ത് കാണിക്കാം. സി ഗായ്സ്, ഇതിനകത്ത് വേറൊരു അഡ്വാൻറ്റേജും കൂടെ ഉണ്ട്. അതായത് നമ്മൾ ഒബ്ജക്റ്റിൻ്റെ മുകളിൽ നിന്ന്, അതായത് ഒരു ഹൈറ്റുള്ള ഒബ്ജക്റ്റിൻ്റെ മുകളിൽ നിന്ന് താഴേക്ക് ചാടുന്ന സമയത്ത്, അപ്പോൾ അവിടെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ സേഫായിട്ട് ചാടി റോള് ചെയ്തിട്ട് നമ്മൾ മുന്നോട്ടേക്ക് ഫോർവേഡ് മൂവ്മെൻറ്റിലാണ് പിന്നെ നമ്മൾ ലാൻഡ് ചെയ്യുക. അതാണ് ഈ പാർക്കർ റോളിൻ്റെ ഒരു ഏറ്റവും വലിയ മെച്ചമെന്ന് പറയുന്നത്. നമ്മൾ റോൾ ചെയ്ത് കഴിഞ്ഞിട്ട് നമുക്ക് ഇവിടുന്ന് ഈ പൊസിഷനിൽ തന്നെ നമുക്ക് സ്ട്രെയിറ്റ് ആയിട്ട് ഇവിടുന്ന് റൺ ചെയ്യാനായിട്ട് പറ്റും. സോ ഞാൻ ഇപ്പോൾ ഇരുന്നിട്ടാണുള്ളത്. ഞാൻ ഇവിടുന്ന് ഒന്ന് എണീച്ച് പോകുന്നതായിട്ട് കാണിച്ചു തരാം. അപ്പോൾ ഗൈസ്, ഇന്നത്തെ ഈ റോളിംഗ് വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. നമ്മൾ മുന്നേ പറഞ്ഞിട്ടുള്ളതുപോലെ ഇത് വളരെ സേഫ്റ്റി ഉപയോഗിച്ചിട്ട് മാത്രം നമ്മൾ ചെയ്ത് പഠിക്കുക. അതിന് നിങ്ങൾക്ക് ചെയ്ത് റോളിംഗ് അടിപൊളിയായിട്ട് നല്ല സ്മൂത്തായിട്ട് ചെയ്യാൻ പറ്റുന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് കോൺക്രീറ്റിലും ചെയ്യാൻ പറ്റുന്നതാണ്. ഇപ്പോൾ നമ്മൾ ലാൻഡ് ചെയ്യുന്ന സ്ഥലം സോഫ്റ്റ് ആവണം എന്ന് നിർബന്ധമില്ലല്ലോ. നമ്മൾ എവിടേക്ക് വേണമെങ്കിലും ചാടി ലാൻഡ് ചെയ്യാം. സോ പഠിക്കുന്ന സമയത്ത് നമ്മളെപ്പോഴും സേഫ്റ്റി മാത്രം മുന്നിൽ കണ്ടുകൊണ്ട് മാത്രം ചെയ്യുക. പഠിച്ചു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് എവിടെ വേണമെങ്കിലും ധൈര്യമായിട്ട് ചെയ്യാം. സോ ഇത് ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. വീഡിയോ ഉപകാരപ്രദമായെങ്കിൽ താഴെ സബ്സ്ക്രൈബ് ചെയ്യുക, ക്ലിക്ക് ദ ബെൽ ഐക്കൺ ടു, ആൻഡ് നിങ്ങളുടെ കമൻസ് ഒക്കെ താഴെ കുറിച്ചോ. സീ ഓൺ ദ നെക്സ്റ്റ് വീഡിയോ. ബൈ.